DNA ടെസ്റ്റ് വേഗത്തിലാക്കാനും മൃതദേഹം നാട്ടിലെത്തിക്കാനും കോൺഗ്രസും കർണാടക സർക്കാരും ഇനിയും ഇടപെടുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനായി വേണ്ടത് ചെയ്യുമെന്ന് കർണാടക സർക്കാരും ഷിരൂർ എം.എൽ.എയും ആത്മാർത്ഥമായി ഇടപെട്ടതാണ് ഈ വലിയ ദൌത്യത്തിലെ പ്രധാന കാര്യമെന്നും വേണുഗോപാൽ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഒരു 2.5 മാസത്തോളം നീണ്ടുനിന്ന വലിയൊരു ദൗത്യമായിരുന്നു ഒരു മലയാളിക്ക് വേണ്ടിയിട്ട് കർണാടകയിൽ നടന്നത്. അതിൽ വലിയൊരു ഇടപെടൽ കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ അതിനൊരു പരിസമാപ്തിയായിരിക്കുന്നു. പക്ഷേ കുടുംബത്തിന് വലിയൊരു സന്തോഷത്തിനുള്ള വകയല്ല വന്നത്. എന്നാലും ആ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തനം? അല്ല, അത് നിങ്ങളുടെ ചാനലിലാണ് ആദ്യമായിട്ട് അവർ എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. രാവിലത്തെ പരിപാടി ഉണ്ടല്ലോ, രാവിലത്തെ പരിപാടിയിൽ വിളിച്ച്. അപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു, DK ശിവകുമാറിനെയും ബന്ധപ്പെട്ടു. കാരണം അന്നുണ്ടായിരുന്ന പ്രശ്നം രക്ഷാദൗത്യത്തിന് ആളുകൾ കുറവായിരുന്നു, സജ്ജീകരണങ്ങളില്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ സൈന്യത്തെ വിളിക്കാൻ ആവശ്യപ്പെടുക. അവരധികം വൈകാതെ തന്നെ സൈന്യത്തെ വിളിച്ചു, സൈന്യം വന്നു. പക്ഷേ അവിടുത്തെ ടെറൈൻ വല്ലാത്തൊരു ടെറൈനായിരുന്നു. കാലാവസ്ഥയാണെങ്കിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പലപ്പോഴും നിർത്തിവെക്കേണ്ടി വന്നു, തുടരേണ്ടി വന്നു, നിർത്തിവെക്കേണ്ടി വന്നു. ഇടയ്ക്കവരൊക്കെ കൂടി ഈ ദൗത്യം അവസാനിപ്പിച്ചാലോ എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഇടപെട്ടു, ഇക്കാര്യത്തിൽ നിർത്തിവെക്കരുത്, ദൗത്യം തുടരണം, എന്ത് വന്നാലും തുടരണം. അപ്പോൾ അതൊരു നിശ്ചയദാർഢ്യത്തിലുള്ള പ്രവർത്തനമായിരുന്നു. 71 ദിവസം നീണ്ടു നിൽക്കുക ഒരു ദൗത്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഡഡ്ജറൊക്കെ കൊണ്ടുവന്നതിന് അവർ കാര്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇത് എടുത്തിട്ട് തന്നെയാണ് കർണാടക ഗവൺമെൻറ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഞാനിന്ന് മുഖ്യമന്ത്രിയെ കണ്ടത് പറഞ്ഞിരുന്നു. കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. അർജുൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, അർജുനെ കുറിച്ചുള്ള ഒരവസ്ഥയും ഉണ്ടാവാതെ, വിവരവും ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ ദുഃഖകരമല്ലേ. അവരുടെ മനസ്സിന് എന്ന് ശാന്തി കിട്ടും. 3 ഘട്ടത്തിനിടയിൽ തന്നെ കർണാടകയിലാണ്, ഒരു മലയാളിയാണ്, അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലുള്ള മറ്റു തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിജീവിച്ചത് എങ്ങനെയായിരുന്നു രാഷ്ട്രീയം? MLA-യും സതീഷ് സെയിൽ MLA-യും അതിനകത്ത് ലോക്കൽ MLA, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ആദ്യം തന്നെ. എനിക്കറിയാം. അപ്പോൾ ആ സതീഷ് സെയിൽ അതിനകത്ത് വളരെ സിൻസിയറായിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെയും അഡ്മിനിസ്ട്രേഷനെയൊക്കെ കൂടെ നിർത്തി നിന്നു. നിങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം ശക്തമായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മാധ്യമങ്ങളും ഈ ഇഷ്യൂ ഒന്നും തണുക്കാതെ നിലനിർത്തി എന്നുള്ളതാണ് അതിനകത്ത് കാര്യം. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു കന്നഡക്കാരനാണെന്നുണ്ട് ഒന്ന് അത് 71 ദിവസമൊക്കെ ഒരു ചർച്ച നടത്തുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷേ അതൊന്നും നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുത്ത് നടത്തി. ഈ കുടുംബത്തിന് ഇനിയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും തൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നത്.